ഇപ്പൊ ചെലവിന് കൊടുക്കാനും നമ്മള് പറഞ്ഞാലേ ഇയാൾ ആർക്കൊക്കെ ചെലവിന് കൊടുക്കും? ഈ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, മാത്രമേ പറ്റുള്ളൂ. അതിലുള്ള മകൾക്ക് ചെലവിന് കൊടുക്കണം. ഇവർക്ക് 2 കുട്ടി ഉണ്ടായെന്ന് പറയുന്നു. ആ 2 കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണം. എത്ര പേർക്ക് കൊടുക്കും? അപ്പൊ ഇയാളെന്തോ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം ചെലവിന് കൊടുക്കാനുള്ള മുതൽ ഇയാളുടെ കയ്യിലുണ്ടോ? എനിക്ക് 800 രൂപ ശമ്പളം ഉണ്ട്. 800 രൂപ ഒരു ദിവസം. ഈ ആൾക്ക് ജീവിക്കണം. 200 രൂപ 300 രൂപ എനിക്ക് മതി. 300 രൂപ മതി. 300 രൂപ മതി. അപ്പൊ അതില് 2 കുട്ടികള്, ഇത് 2 പേര്, ഭാര്യ കുട്ടി, 4 പേര്. 500 രൂപ കൊടുക്കും. 500 രൂപ 250 വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇയാൾക്ക് തന്നെ 300 വേണം. 300 വേണം. എല്ലാവർക്കും അതുപോലെ വീതിക്കാം. വണ്ടി കൂലിയൊക്കെ ദൂര സ്ഥലത്തൊക്കെ ആയിരിക്കും. പക്ഷെ അവര് നിങ്ങളെ വേണ്ടെന്നാ പറയുന്നത്. നിങ്ങളെ വേണ്ട. വീടിന്റെ എന്തോ കാര്യം പറഞ്ഞ ഇപ്പൊ ഒരു വീടിന്റെ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോന്ന് പറഞ്ഞു. അവരുടെ ഇയാടെ വീട്ടിൽ നിന്ന് അവരുടെ വസ്തുവില്ല. എന്റെ ശ്രീധനത്തിന്റെ ബാക്കിയുണ്ടാ വീട് വെച്ച്. ബാക്കിയുണ്ടാ വീട് വെച്ച്. ആ വീട് അവർക്ക് വേണം. അതാ മേഡം അവരുടെ ആവശ്യം. നിങ്ങളുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച വസ്തുവാണോ അത്? അല്ലല്ല. പിന്നെയോ? ഇവരെ അച്ഛൻ എന്റെ കുടുംബ സ്വത്താണ്. അവരെ അച്ഛന്റെ വലിയച്ഛൻ മരിച്ചതിന് ശേഷമേ ഇവരെ അച്ഛന് അവകാശമുള്ളൂ. അത് ഞാൻ അറിഞ്ഞില്ല. ഇവരെ അച്ഛന്റെ വകയാകുമ്പോ ഇവർക്ക് അവകാശം വരുമെന്നും പറഞ്ഞ ആ വീട് അവിടെ കൊണ്ട് വെച്ചത്. വീട് വെച്ചത് ആരുടെ കാശ്? എന്റെ ശ്രീധന പൈസ. ആ വസ്തു നിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ. വസ്തു വിറ്റേന്റെ ബാലൻസ്. അപ്പൊ അവിടെ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അമ്മ എന്തോ അന്ന് താമസിച്ചില്ല. അത് എന്റെ മക്കളെ ഭാഗ്യമായിരിക്കും. ഈ സ്ത്രീ തയ്യാറുമായിരുന്നു. ഇയാളുടെ അമ്മയ്ക്ക് ആ ബന്ധം സമ്മതമാണോ? ഇപ്പൊ ഏതാണ്ടൊക്കെ സമ്മതോ. ഇപ്പോഴെന്നല്ല, ആ അമ്മ 2 വശവും നിൽക്കും. മക്കളെ ഒന്നും പറഞ്ഞാൽ ഈ മനുഷ്യൻ കേൾക്കൂല. ഈ മനുഷ്യൻ ആ അമ്മേനെ അടിക്കാനും തയ്യാറാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്തോ ചെയ്യാനൊക്കെ പ്രായമുള്ളൊരു സ്ത്രീക്ക്. ഇദ്ദേഹത്തിന് ആരെയും പേടിക്കണ്ട. എനിക്ക് ഇരട്ട കരളാടി. അല്ല, ജയിലിൽ പോയി കിടന്ന് പണ്ടൊക്കെ ഗോതമ്പുണ്ട്, നല്ല ചപ്പാത്തി ചിക്കൻ കറി. അത് പറയുമ്പോൾ എനിക്ക് പുത്തരിയല്ല എന്ന് പറയും. ജയില് പുത്തരിയല്ല എന്നാ പറയുന്നത്. ജയിലിൽ പുത്തരിയല്ലേ? നേരത്തെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എപ്പോ? ഞാൻ വെട്ട് കേസിൽ പോയിട്ടുണ്ട്. ഇവിടെ കാരണം വെട്ട് കേസിൽ പോയിട്ടുണ്ട്. ആരെ വെട്ടി? അല്ല, ഇവളെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ വെട്ടാൻ പോയില്ല. ഒരു ഉത്സവത്തിന്റെ തലേന്ന് അവിടെ കള്ളു കുടിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാൻ കള്ളു കുടിക്കാൻ പോയില്ല. ഞാൻ മാറിയിരിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ അടി കിടന്നു. അടി കിടന്നപ്പോഴത്തേക്ക് ഈ അവിടെ വെട്ട് കിടന്നു. ആ വെട്ടിയ പാർട്ടികൾ നമ്മളെ വഴി കൂടെ ഞങ്ങൾ പോയത്. അപ്പൊ ആ ഒരു ഇവളുമായിട്ടുള്ള ആ ചീത്ത വിളിയിൽ അവര് എന്നെ 2ാം പ്രതിയാക്കി. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. എത്ര ദിവസം കിടന്നു? 9 ദിവസം കിടന്നു. പെറ്റി കേസില്. ഇല്ല, 2ാം പ്രതി എന്നും പറഞ്ഞു. വെട്ടിയത് 2ാം പ്രതി. ഞാൻ ആറ്റിങ്ങ സബ് ജയിലിൽ പോയി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു ചീത്ത വിളി എന്ന് പറഞ്ഞാൽ ഈ റോഡ് തൊട്ട് അറ്റം വരെയുള്ള ചീത്ത വിളിയാണ് ഇവള്. ചീത്തയല്ലേ വിളിച്ചുള്ളൂ. ചീത്ത വിളിച്ചു. 2ാമത് വീട്ടിൽ വന്നിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ അറക്കും. അപ്പോഴേ അത് അറുത്തിട്ടുണ്ട് കയ്യിൽ. അറുത്തോ? ഞാൻ ചെയ്തിട്ടില്ല മേഡം. പിന്നെ വെട്ടിയിട്ടുണ്ട്. ചെയ്യാത്ത കാര്യങ്ങളാ പറയുന്നത്. ഇല്ല, സത്യബന്ധമായിട്ട് എന്റെ ഭർത്താവിന് ഒരടി ഞാൻ കൊടുത്തു. അപ്പൊ ആ അടി കൊണ്ട് ഞാനിങ്ങനെ മാറിയപ്പോഴത്തേക്ക് ഇവള് കത്താളെടുത്ത് വെട്ടി. അപ്പൊ കണ്ണിന് അപകടം സംഭവിച്ചെങ്ങനെയാ? അത് പിന്നെയാണ് എന്നെ വെട്ടിയത് കുറെ നാളെ. ഒരടി ആകപ്പാടെ കൊടുത്തിട്ടുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ദുർനടപ്പോ കാര്യങ്ങളോ വഴക്കം കാര്യങ്ങളും വിടൂ. വഴക്കുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കുന്ന കത്താളത്തു എന്ന് പറയുന്നു. അതല്ല വേറെ കാര്യം. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പലതും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് തനിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. സംഭവിച്ചു പോയി മേഡം, അബദ്ധമായിപ്പോയി, എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ള ഭാവമൊന്നുമില്ല. ജയിലിൽ പോയി, കുഴപ്പമൊന്നുമില്ല, ജയിലിൽ പോകാം, ഇനിയും പ്രശ്നമാണ്. ഇവിടെ അവനെടുത്തോട്ടെ, ഭാര്യ എടുത്തോട്ടെ. ഭാര്യ വേറൊരുത്തൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ താനെന്ന് പറഞ്ഞ പുരുഷൻ ഇവിടെ മാഞ്ഞു പോയി, ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് വിടുകയാണ് ഞാൻ. ഈ റജിക്കും ഒരു മോനുണ്ടല്ലോ, മോൻ ഇപ്പൊ 17 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് വരെ ആൺകുട്ടികൾക്ക് ചെലവിന് കൊടുത്താൽ മതി അച്ഛന്. പെൺകുട്ടികൾക്ക് വിവാഹം വരെ ചെലവിന് കൊടുക്കണം. അതിനുള്ള ചെലവ് നിങ്ങൾ കൊടുത്താലേ പറ്റുള്ളൂ. ഈ അമ്മയ്ക്കും മകൾക്കും മന്ത്ലി പേയ്മെന്റ് മെയിൻ്റനൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് ചോദിക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഫാമിലി കോടതിയിൽ മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യണം. പിന്നെ അവരുടെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്, പണം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ നിയമപരമായി അവർക്ക് കിട്ടാൻ അർഹതയുള്ളതാണ്.
അവരോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്? ഇത്രയും ക്രൂരത കാണിച്ചിട്ട് നിങ്ങൾ ചെലവിന് കൊടുക്കൂല എന്നാ? അവർക്ക് എന്റെ പൈസ കൊടുക്കൂല. അതെങ്ങനെയാണ്? അങ്ങനെ പഠിക്കാൻ പറ്റൂലല്ലോ. ബൈജു ഇല്ല, ഞാൻ അത് പറഞ്ഞു. ബൈജു എല്ലാ തരങ്ങളും കാണിച്ചു. തരങ്ങളൊക്കെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇവളത് കണ്ടുപിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു വാശിയാണ്. അതന്നല്ല, വാശിയൊന്നല്ല. പിന്നെ ഞാൻ കൊടുക്കൂല. വേറെന്തുവാ? ഞാൻ കൊടുക്കൂല. ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ കെട്ടിയത് ഇഷ്ടം പോലെ കൊടുത്തിട്ട് ഭാര്യക്ക് കൊടുക്കത്തില്ല. കോടതി തീരുമാനിക്കുന്നത് എന്താണാലും മാക്സിമം ശിക്ഷ മാതൃകാപരമായിട്ട് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് കിട്ടിയിരിക്കണം. ഇത് ഒരു വനിത എന്ന ഒരു പെണ്ണിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ പറയാണ്, ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടിയിരിക്കണം. ഇനി ഒരുത്തൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഇതുപോലുള്ള അവിഹിത ബന്ധത്തിന് പോകുമ്പോ അവൻ ഒന്ന് ആലോചിക്കുന്ന രീതിയിൽ കിട്ടണം. ഞാൻ എന്റെ കൊച്ചിന് മാത്രമേ ഞാൻ കൊടുക്കൂ. തള്ളി കൊടുക്കുന്ന ഞാൻ കൊടുക്കുമായിരുന്നു, മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. ഈ സ്ത്രീയെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരെ പക്ഷേ ഇപ്പോഴും ഒരു 2 മാസം മാത്രമേ ഉള്ളൂ ഞാൻ ചെലവിന് കൊടുക്കാത്തത്. ഇല്ല മേഡം, അത് 2 മാസം ഞാൻ കൊടുത്തിട്ടില്ല. അതെനിക്കറിയാം. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവക്ക് വല്ല നക്കാപ്പിച്ച ഇട്ട് കൊടുക്കും. ഞാൻ അങ്ങനെ ആരുടെ കൂട്ടുകാരടുത്തൊന്നും പറഞ്ഞു മുട്ടുകാല് തല്ലി ഒടിച്ചിടും. അതുപോലെ നീ നിന്റെ ഭാര്യയെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു തെറ്റായ കാര്യമാണ്. അപ്പൊ അതിന്റെ ദേഷ്യം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരെ പല രീതിയിൽ തീർക്കും. സംസാരിക്കും, ചീത്ത പറയും, കരയും ഒക്കെ ചെയ്യും. എത്ര ദുഷ്ടയായ സ്ത്രീയും അവളെ ഭർത്താവിനെ പങ്കുവെക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ചേട്ടാ, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. മനസ്സിലായില്ലേ? എത്ര ദുഷ്ടയായ സ്ത്രീയും ഇപ്പൊ നിങ്ങളുടെ നീ സുനിത അവളെ ഭർത്താവിനെ കാട്ടി നല്ല ഒരുത്തനെന്ന് കണ്ടോണ്ട് നിങ്ങളെ കൂടെ വന്ന് നിങ്ങളെ കാട്ടി നല്ല ഒരുത്തനെ കാണുമ്പോ ഇവള് പോയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പച്ചപ്പ് കാണുന്നിടത്ത് കണ്ടുവന്ന് ആഹ്ലാദിക്കുക എന്നുള്ളതാണ് സുനിത. ഒരു മഹാപാതകം ചെയ്ത സ്ത്രീയാണ് നിങ്ങൾ. 17 വയസ്സുള്ള മോൻ എവിടെ ജീവിക്കുന്നു നന്നായിട്ട് എന്തെങ്കിലും ചിന്തയുണ്ടോ ബൈജു നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ ചിന്തയില്ല. ഞാൻ പറഞ്ഞുതരാം. ബന്ധത്തിൽ പോയി നിങ്ങളുടെ മോനോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അത് ഞാൻ തീർത്തും ഞാൻ പറഞ്ഞു. എന്റെ മോന്റെ അടുത്തും പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, അതിനാണ് അച്ഛനൊരു ബന്ധമുണ്ട്, ആ ബന്ധത്തിൽ ഒരു കൊച്ചുണ്ട്. ഇത്രയുമാണ്. ആ സെക്കൻഡ് ഇവള് എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞ അവനടിച്ച് വെളിയിൽ കളടാന്ന്. നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്നു, അവരുടെ പൈസ കൊണ്ട് നിങ്ങൾ വീട് വെച്ചു. അവരെ പൈസ ഒന്നും ഞാൻ കൊണ്ട് വീട് വെച്ചില്ല. ഞാൻ അവർക്കൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് താമസിക്കാൻ അവിടെ അവകാശമുണ്ട്. അവർക്ക് ഇതേ കണക്ക് ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി ഞാൻ വെച്ച് ബാക്കി കൊണ്ടുവന്ന സ്ഥലത്ത് ഇവള് വന്ന് വെച്ചെന്ന് പറഞ്ഞു. ഒരു 500 കട്ട ഇവള് കൊണ്ടുവന്നു. ഞാൻ അത് വെച്ചു. ഞാൻ തന്നെ വിചാരിക്കുന്ന പോലെയല്ല. ഡൊമസ്റ്റിക് വയലൻസ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടും അവർക്ക്. ചെലവിനുള്ള കാര്യം ഇപ്പൊ 3000 രൂപ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ബൈജു. അതിവിടെ മാത്രമല്ല, ഈ റജിയുടെ കയ്യിൽ നിന്ന് 17 പവൻ സ്വർണ്ണം 25,000 രൂപയും വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം കേട്ടോ, തിരിച്ചു കൊടുക്കണം. അതിന്റെ മോളെ കല്യാണ പ്രായമാകുമ്പോഴേ കൊടുക്കാൻ പറ്റും. അന്ന് കൊടുക്കേണ്ട കാര്യമല്ല, കല്യാണം ആവുമ്പോ സമയത്ത് കൊടുക്കാം. ഞാൻ ഇപ്പൊ ഉടനെ കൊടുക്കാനൊന്നും പറ്റില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലിയാണ്, ഈ ജോലിയാണ്. ഇതിൽ 3000 രൂപ കൊച്ചുങ്ങൾക്കും അടച്ച് എല്ലാം അടച്ച് വന്നിട്ട് അത് ശരിയാക്കാനേ പറ്റും. അങ്ങനെ പറ്റൂല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഈ ഉറപ്പ് ഇവിടെ കാണുമോ? ഈ ഉറപ്പ് ഇവിടെ ഇല്ലേ? ഇത് ഉറപ്പാണ് ബൈജു തന്നെയല്ലേ? പിന്നെ ആ കാര്യവും കൊച്ചിന്റെ കല്യാണ കാര്യമൊക്കെ ആവുമ്പോ കല്യാണത്തിന് കല്യാണം വേറെ, ഇത് എന്റെ അച്ഛൻ തന്നത് എനിക്ക്. എവരുടെ കാശ് കൊടുത്ത് വാങ്ങിച്ച വസ്തുക്കൾ എന്തിയെ? ആരാ കാശ് കൊടുത്തു? ഭാര്യയുടെ വസ്തുക്കളിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്. അവരെ നിന്ന് മേടിച്ചത്, അവളെ സ്വർണം വിറ്റ് മേടിച്ചത്. അവളെ അച്ഛൻ 3 ദിവസം കഴിയുമ്പോൾ വന്ന് എൻ്റെ സ്വർണം കുടിച്ചോണ്ട് പോയി. കല്യാണം കഴിഞ്ഞ് 3 ദിവസം വന്നപ്പോൾ വീട്ടിൽ നിന്ന് സ്വർണം മേടിച്ചോണ്ട് പോയി. ആ സ്വർണം മേടിച്ച് അങ്ങനെ നശിപ്പിച്ചില്ല. ഒരു 5 സെന്റ് ഒരു വീട് മേടിച്ചു തന്നു. ആരുടെയൊക്കെ പേരിലാണ് ആ വീടും സ്ഥലവും ഇരിക്കുന്നത്? എന്റെ അവളെയും പേർക്ക് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലുണ്ടല്ലോ ആ വസ്തുവിന് അത് ചെയ്ത് ബാങ്കില് കടമായി വിറ്റോ? വിറ്റെങ്കിൽ ആ പൈസ കൊടുക്കണം. 50,000 രൂപ കൊടുക്കും. 50,000? 80,000 രൂപയ്ക്ക് വിറ്റ പൈസ കൊടുക്കണമെന്നാ മേഡം പറഞ്ഞത്. ആ 80,000 രൂപ ഞാൻ കൊടുക്കാൻ തരാം. 17 പവൻ സ്വർണവും 25,000 രൂപ. 17 പവന്റെ സ്വർണ്ണമാണ് മേടിച്ചോണ്ട് പോയി അവര് വിറ്റത്. ഈ 17 പവൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 വർഷം കൊണ്ട് കൊടുക്കാം. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ ഗൾഫിലൊന്നും അല്ല.
നാട്ടിലായിക്കോട്ടെ 3 കൊല്ലം കൊണ്ട് കൊടുക്കാം, ഇല്ല 5 കൊല്ലം കൊണ്ട് കൊടുക്കാം. 5 കൊല്ലം കൊണ്ട് കൊടുക്കാന്ന് പറ. കൊച്ചിന്റെ കല്യാണം നടത്തുന്ന സമയത്ത് അച്ഛനെന്ന നിലയ്ക്ക് വേറെ കൊടുക്കണം. 3 കേസ് കൊടുക്കട്ടെ, അതേ പറ്റും. ആ പൈസ നിങ്ങളല്ലേ വാങ്ങിച്ചത്, നിങ്ങളുടെ പേരിലും കൂടെ അല്ലേ വസ്തു വാങ്ങിച്ചത്. നിങ്ങളുടെ ആവശ്യം അവളും വിറ്റ അവളെ പേർക്കുമാണ് കൊടുത്തത്. ഞാൻ ഒരു കണക്ക് കൂട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൊച്ചിനെ ഒരു ഇതാവുമ്പോൾ ആ സമയം അടുക്കുമ്പോൾ ഇത് ഇച്ചിരി വെക്കും, ആ പൈസ എടുത്ത് നമ്മൾ അതിന് കൊടുക്കും. ഇപ്പോ ഇത് നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുരുഷന്മാര് ചെല്ലുന്നിടത്ത് ഒരു കാര്യവുമില്ലാതെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ ബന്ധം ഉണ്ടാക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ബൈജുവിൻ്റെ ജീവിതം. ചെന്നിടത്ത് നന്നായിട്ട് ജീവിച്ചിരുന്ന, ഭർത്താവുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ ഇല്ലാതാക്കി. ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീ, അവരും യാതൊരു എളുപ്പവും ഇല്ലാതെ, ഭർത്താവ് ജീവനോടെ ഇരിപ്പുണ്ട്, നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, വേറൊരു അന്യപുരുഷനുമായിട്ട് അയാളുടെ കുഞ്ഞിനെ ചുമന്നു പ്രസവിച്ചു, ഇപ്പൊ 2ാമത്തെ കുഞ്ഞിനെ ചുമന്നുകൊണ്ടിരിക്കുന്നു, വളരെ കൂളായിട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ നാട് അങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ രണ്ടുപേരും വളരെ കൂളായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ വിവാഹം ചെയ്ത സ്ത്രീ, 2 മക്കളുണ്ട്, ജീവിക്കാൻ നിർവാഹമില്ല, ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഭാര്യ, അവര് നല്ലൊരു സ്ത്രീ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പോറ്റി നിങ്ങളുടെ മണ്ണിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, നിങ്ങളെ ഒരു പുരുഷനെന്നല്ല ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾ ആദ്യം മനുഷ്യനാവണം, പിന്നാണ് പുരുഷനോ സ്ത്രീയോ എന്നുള്ളത്. ഇത് രണ്ടുമല്ല നിങ്ങൾ. പിന്നെ ബഹുമാനപ്പെട്ട ജഡ്ജസ് വളരെ നല്ല കാര്യങ്ങൾ കുറെ പറഞ്ഞു തന്നു, ഒന്നും നിങ്ങൾ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. ആ സ്ത്രീ അവർ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് അവരുടെ മുമ്പിൽ, മൂത്ത കുട്ടിയാണോ പെണ്ണോ സുനിതേ? പെണ്ണ്. അത് മതി. 2ാമത് ജനിക്കുന്ന ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾ നമ്മളെ പഠിപ്പിച്ചു തരും നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ മഹാപാതകങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അപ്പം എന്തായാലും ഇതിനൊരു പരിഹാരം നമുക്ക് ഇവിടെ കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. എല്ലാം കുരുക്കായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഓരോ കുരുക്കും അഴിക്കാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും കുരുക്കുന്ന അവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ തീർക്കാൻ നോക്കുമ്പോൾ ഇയാളതിന് തയ്യാറല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജസ് ആണ് പറയേണ്ടത്. മാഡം, റജിയാണ് ഈ അദാലത്തിനെ ഇവിടെ സമീപിച്ചിരിക്കുന്നത്. റജിയുടെ ഭർത്താവായ ബിജു മറ്റൊരു സ്ത്രീയുമായി, സുനിതയുമായി അടുപ്പത്തിലായിരിക്കുന്നു. ആ ബന്ധത്തിൽ അവിഹിതമായി 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. റജിയും ബിജുവും ഈ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ആ അവസരത്തിൽ 2 പേരും നിയമപ്രകാരം കോടതിയെ സമീപിച്ച് ബന്ധമിടർത്താനായിട്ട് ഡൈവോഴ്സ് ഒപ്പിക്കൊടുക്കണം. സുനിതയും ഭർത്താവുമായിട്ടുള്ള ബന്ധം നിയമപരമായ വിവാഹബന്ധം നിലനിൽക്കുകയാണ്. ആ ബന്ധവും കോടതി മുഖേന തീർപ്പാക്കണം. ആ ബന്ധം തീർപ്പാക്കിയ ശേഷം സുനിതയും ബിജുവും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിയമപ്രകാരം വിവാഹം കഴിച്ച് ജീവിക്കുക. വിവാഹ സമയത്ത് റജിയുടെ വീട്ടിൽ നിന്ന് 17 പവൻ സ്വർണവും 25,000 രൂപയും ബിജുവിന് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത റജിക്കുണ്ട്. ഭാര്യയ്ക്കും 2 കുഞ്ഞുങ്ങൾക്കും ചെലവിന് കൊടുക്കാൻ ബാധ്യത ബിജുവിന്. മകള്, ഇളയ കുട്ടി മകളായി, ഇപ്പോൾ 9 വയസ്സുണ്ട്. ആ കുട്ടിക്ക് വിവാഹ സമയത്തല്ല വിവാഹത്തിനുള്ള ചെലവും നിങ്ങൾ കൊടുക്കാനുണ്ട്. പിന്നെ ഇവരെപ്പോഴും അവർക്ക് സ്വന്തമായിട്ട് വീടില്ല. നിങ്ങൾ അവരുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്. അവിടെ തുടർന്ന് താമസിക്കുന്നതിനും അവർക്ക് തുടർന്ന് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ ഇരിക്കുന്നതിനും ചെലവിന് കിട്ടാനും റജിക്ക് കോടതിയെ സമീപിക്കാം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം റജിക്ക് കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടും, റെസിഡൻസ് ഓർഡർ കിട്ടും, മെയിൻ്റനൻസ് ഓർഡർ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തീർപ്പാകും. അത് ആ ഫസ്റ്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പം തന്നെ ഫസ്റ്റ് ഹിയറിങ്ങിൽ തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടും. അതുകൂടാതെ റെസിഡൻസ്, നിങ്ങളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ താമസിക്കണം. ഒരു കാരണവശാലും അവിടെ മാറാൻ പാടില്ല. എന്നിട്ട് കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഫയൽ ചെയ്യുകയും വേണം. ഒരു കാരണവശാലും ബിജു അവിടെ പോവുകയോ അവരെ ശല്യം ചെയ്യുകയോ ഒരു ന്യൂസൻസ് ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ പോകാനേ പാടില്ല. അവരോട് ഇറങ്ങാൻ പറയാനുള്ള യാതൊരു റൈറ്റും നിങ്ങൾക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കേസാവും, നിങ്ങൾ ജയിലിലും അപ്പോഴും തന്നെ പോകും. അപ്പം നിങ്ങൾക്ക് ഈ എല്ലാ കേസുകളും ഫയൽ ചെയ്ത് പ്രൊട്ടക്ഷൻ ഓർഡർ ആദ്യം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യണം, ഫസ്റ്റിൽ ചെയ്യേണ്ടതാണ്. അപ്പോഴേ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡറും റെസിഡൻസ് ഓർഡറും എല്ലാം കിട്ടും ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ. പിന്നെ ഒരു കാരണവശാലും അവർ വന്ന് ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് നടപടി എടുക്കുകയും ചെയ്യും. പിന്നെ ഡിവോഴ്സിനുള്ള ഒപ്പി ഫയൽ ചെയ്യണം, മെയിൻ്റനൻസിന് ഒപ്പി ഫയൽ ചെയ്യണം,
പിന്നെ റിക്കവറിക്കും ഫയൽ ചെയ്യണം. ഇത്രയും കേസുകൾ നിങ്ങൾ ഫയൽ ചെയ്യണം. എനിക്ക് വാസ്തവത്തിൽ സങ്കടം, കഷ്ടം വരുന്ന ഇവരെ പറ്റി സങ്കടം ഉണ്ടെങ്കിൽ പോലും ഈ സുനിത എന്ന പെൺകുട്ടിയെ പറ്റി ഒന്നുമില്ല. വളരെ 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 കഷ്ടം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പോ നിയമത്തെ പറ്റിയുള്ള അജ്ഞത. ഇദ്ദേഹമാണ് ഇപ്പൊ പോലും അടുത്ത വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഒരു ഉറപ്പ് പറയുന്നില്ല. അതേ സമയത്ത് ഒരു ഗെയിം ആയിരിക്കാം. ഒരു പെൺകുട്ടി അടുത്ത പെൺകുട്ടി വേറെ ഒരു പെൺകുട്ടി, അതിനകത്തൊക്കെ വീണു കൊടുക്കുന്നതായ പെൺകുട്ടികൾ. അതാണ് അറിഞ്ഞുകൊണ്ട് വീണു കൊടുക്കുന്നത്. നിങ്ങളെ കുറ്റം പറയല്ല, കഷ്ടം തോന്നുകയാണ് നിങ്ങളെ ഗതികേട് കാണും. 18 വർഷമായിട്ട് വിവാഹത്തിൽ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പരാതി പോലും കൊടുക്കാൻ കെൽപ്പില്ലാതെ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരു ഭാര്യയാണ് ഇവിടെ തന്നെ പറഞ്ഞു. നേരത്തെ തന്നെ എത്രയോ തവണ പോലീസിന് കേസ് കൊടുക്കാവുന്നതായിരുന്നു, ചെയ്തില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു എല്ലാവരും ഉണ്ടല്ലോ, അവരുടെ ഉത്തരവാദിത്തങ്ങളും റൈറ്റ്സും ഒക്കെ ബോധവാന്മാരായ ഒക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് തന്നെ ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും അല്ലെ ഭാര്യയാണെങ്കിലും തെറ്റായ രീതി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് നിയമപരമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി സമീപിക്കേണ്ടത് അത്യാവശ്യമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഈ കോടതിയിൽ മുന്നേ വന്നു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ലാത്ത സിറ്റുവേഷനാണ് ഇപ്പം. നമുക്ക് വേറെ ഒരു വിധത്തിൽ ഇവിടെ ചോദിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാവരും പിരിഞ്ഞ് സങ്കടപ്പെട്ട് പിരിയുന്ന രീതിയിലേക്ക് ഇത് മാറുകയാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ ബോധവൽക്കരണം ഏത് ലെവലിലാണ് നടന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ബോധവൽക്കരണം ഉണ്ടായേ പറ്റൂ നമ്മുടെ നാട്ടിൽ. ഇതുപോലെ നമ്മൾ ഇത് മാത്രമല്ല പല കേസുകളും കാണുന്നുണ്ട്. സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ വളരെ വളരെ മോശമാണ്. അതിന് വാസ്തവത്തിൽ ഇത് കാണുന്ന എല്ലാവരും തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ജീവിത രീതികൾ നമ്മുടെ നാട്ടിൽ തുടരുന്നവരെ ഉണ്ടല്ലോ, അങ്ങനെ തുടരാൻ അനുവദിക്കാതിരിക്കാനുള്ളതായ ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തേ ഒക്കൂ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ബഹുമാനപ്പെട്ട ജഡ്ജസിൽ പലരും പറഞ്ഞു എന്തുകൊണ്ട് ഇത്തരം ബോധങ്ങൾ ഉണ്ടാവുന്നില്ല. നിയമങ്ങളെ കുറിച്ച് അറിയാതെ പലരും ഇങ്ങനെയൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുരുക്കങ്ങനെ അഴിക്കും എന്ന് വിചാരിച്ചിട്ട് വരികയാണ്. അപ്പോൾ സുതാര്യവും നീതിപൂർവമായ ഒരു പരിഹാരം ഇവിടുന്ന് കിട്ടും, ഈ വേദിയിൽ നിന്ന് കിട്ടും എന്നുള്ളത് വിശ്വസിക്കുക. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വരിക. ഇത്തരം വേദികൾ അപൂർവമായി നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. കാരണം നമുക്കൊരു കോടതിയിൽ പോയി വക്കീലിനെ കണ്ട് കോടതിയിൽ പോയി പല കേസസും പറയാറുണ്ട്, വക്കീൽ അറിയിച്ചില്ല, തീയതി അറിയിച്ചില്ല, അങ്ങനെ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല, എക്സ്പാർട്ടി ആയിപ്പോയി, അല്ലെങ്കിൽ വക്കീലിന് ഫീസ് കൂടിപ്പോയി, പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല, അത് കൂടുതൽ ചോദിച്ചപ്പോൾ എൻ്റെ നിവൃത്തിയില്ലായിരുന്നു. ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങളുടെ കേസ് നടത്താനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് നീതിപൂർവമായിട്ടൊരു കാര്യം എല്ലാം ചെയ്യാനായിട്ടുള്ള സഹായങ്ങളും ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് ആർക്കും പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. നേരത്തെ ഉണ്ടായിപ്പോയവരുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം കടന്നു വരാം. ജീവിതം സാക്ഷിയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.